ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ 10th പ്രിലിംസിന്റെ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു അല്ലെ. 4 ഘട്ടമാണ് 10th പ്രിലിംസിന് ഉണ്ടായിരുന്നത്. ഇപ്പോ നമുക്ക് 3 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഒരു ഘട്ടം, രണ്ടാം ഘട്ടം എന്താണ്, നമ്മുടെ ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. അപ്പൊ ആ രണ്ടാം ഘട്ട പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാം ഘട്ടം എന്താണ് എഴുതാൻ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ ആലപ്പുഴയിലെ 166 പേർക്ക് പരീക്ഷ ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് എഴുതാൻ സാധിച്ചിട്ടില്ല. അവരും എന്ത് ചെയ്യുക, അവരുടെയും ഹോൾ ടിക്കറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിലെ സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് 2 ലക്ഷത്തോളം ആളുകള് ഈ ഒരു പരീക്ഷയ്ക്ക് ഹാജരായിട്ടില്ല എന്നതാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒന്നാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും കഴിഞ്ഞപ്പോൾ 2 ലക്ഷത്തോളം പേരാണ് പുറത്തിരിക്കുന്നത്. അപ്പൊ എത്ര പേർ പരീക്ഷ എഴുതി, എത്രയായിരിക്കും നമുക്ക് സാധ്യതകളൊക്കെ നമുക്ക് നോക്കണ്ടേ? നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നോക്കുക. ജൂലൈ 18-നായിരുന്നു ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നിശ്ചയിച്ചത് അല്ലെ. ജൂലൈ 18-നായിരുന്നു. അന്ന് രാവിലെ ഒന്നാം ഘട്ടം നടന്നു. ആ ഒരു ഇതിലാണ് രണ്ടാം ഘട്ടത്തിന്റെ ചോദ്യപേപ്പർ ആലപ്പുഴ ജില്ലയില് കൊടുത്തത്. അങ്ങനെ രണ്ടാം ഘട്ട പരീക്ഷ എന്ത് ചെയ്തു, മാറ്റിവെച്ചു. രണ്ടാം ഘട്ട പരീക്ഷ 22-ാം തീയതിയിലേക്ക്, ഓഗസ്റ്റ് 22-ലേക്ക് മാറ്റിവെച്ചു അല്ലെ. യെസ്. ആ ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ഹാജരായവരുടെ എണ്ണം ചോദിച്ചാൽ 1,07,092 പേരാണ്. എന്നാൽ ഉറപ്പ് നൽകിയവർ നോക്കുക, അതായത് കൺഫർമേഷൻ നൽകിയവർ നോക്കുക, 1,69,712 പേരാണ്. ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ അവിടെ കണക്ക് കൂട്ടുക. അതായത് 63.10% മാത്രമാണ് ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ഹാജരായിരിക്കുന്നത്. ഇനി നിങ്ങൾ 3ഉം 4ഉം ഘട്ടം നടന്നല്ലോ. 3ഉം 4ഉം ഘട്ടം നടന്നത് എപ്പോഴാണ്? ഓഗസ്റ്റ് 1-ാം തീയതി രാവിലെ 3ആം ഘട്ടവും ഉച്ചയ്ക്ക് 4ആം ഘട്ടവും നടന്നു. അതായത് 3ആം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നോക്കുക, 1,69,702 പേരാണ് കൺഫർമേഷൻ നൽകിയതെങ്കിൽ വെറും 97,605 പേർ മാത്രമാണ് ഹാജരായിരിക്കുന്നത്. 97,605 പേർ മാത്രമാണ്. അതായത് 57.52% പേര് മാത്രം ഹാജരായി. അന്ന് തന്നെ നടന്ന നാലാം ഘട്ട പരീക്ഷയിലേക്ക് നോക്കുക, 1,69,708 പേരാണ് ഇവിടെ കൺഫർമേഷൻ നൽകിയത്. നോക്കുക, അവിടെ 1,06,152 പേരാണ് ഹാജരായത്. അതായത് 62.55% പേർ മാത്രമാണ് ഹാജരായിരിക്കുന്നത്. അതായത് ഏകദേശം 2 ലക്ഷത്തോളം പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഹാജരാകാതിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, 2 ലക്ഷത്തോളം പേരാണ് ഹാജരാകാതിരുന്നത്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 1,59,708 പേരാണുള്ളത്. അതിന്റെ കൂടെ ഈ 166 പേരും ആലപ്പുഴ ജില്ലയിലെ പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്ന 166 പേരുമാണ് ഓഗസ്റ്റ് 22-ാം തീയതിയുടെ പരീക്ഷയ്ക്ക് ഹാജരാകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും ആളുകളാണ് രണ്ടാം ഘട്ടം എഴുതുന്നത്. ഇങ്ങനെയെല്ലാം നോക്കുമ്പോഴാണ് നോക്കുക, 3 ഘട്ടങ്ങളിലായിട്ട് 5,09,122 പേർക്കാണ് അഡ്മിഷൻ ടിക്കറ്റ് നൽകിയത്. എത്രയാണ്? 5,09,122 പേർക്ക്. അതിൽ 1,98,273 പേരാണ് ഹാജരാവാതിരുന്നത്. 1,98,273 പേർ ഹാജരായില്ല. ഇനിയിപ്പോ രണ്ടാം ഘട്ടം നടക്കുന്നു. എത്ര പേർ ഹാജരാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് ഈ ഒരു പരീക്ഷയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റാത്ത ആളുകൾ എന്ന് പറയുന്നത്. അപ്പോ ബാക്കിയുള്ള ആളുകളോട് ഏകദേശം 4 ലക്ഷത്തോളം പേര് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഇതിലുള്ളത്. 3 4 കൂട്ടാം, 4 ലക്ഷം ഉണ്ടാവില്ല. 4 ലക്ഷമോ അതിൽ താഴെയോ ആളുകൾ മാത്രമായിരിക്കും നമ്മുടെ പ്രിലിംസ് എഴുതിയിട്ടുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇനി അങ്ങോട്ട് മെയിൻസ് ഉണ്ട്, മെയിൻസിന്റെ എക്സാം ഉണ്ട്. പെട്ടെന്ന് തന്നെ മെയിൻസ് രണ്ടാം ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നവംബറിലോ ഡിസംബറിലോ ഈ പരീക്ഷയുടെ മെയിൻസ് നടക്കും. ബെബ്കോ എൽ ഡി സി, അതുപോലെ നമ്മുടെ LGS, കമ്പനി ബോർഡ് LGS, പിന്നെ സ്റ്റോർമാൻ എന്നിങ്ങനെ ഈ പരീക്ഷയുടെ ഇത് നടക്കാൻ വേണ്ടി പോകുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നടക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. ഏകദേശം 4 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ നമുക്ക് ഈ ഒരു മെയിൻസ് പരീക്ഷ എഴുതാൻ ഉണ്ടാകുമെന്ന്, ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന്
എന്താണ് കൃത്യമായ കട്ട് ഓഫോടെ ക്ലിയർ ആകുന്ന ഏകദേശം ഒരു 1.5 to 2 ലക്ഷത്തോളമെങ്കിലും ഈ ഒരു പരീക്ഷ എഴുതാൻ ഉണ്ടാകും നമുക്ക് കണക്കാക്കാം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ നല്ല രീതിയിലുള്ള പഠനം നിങ്ങൾ അങ്ങോട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകണം. ഏകദേശം നിങ്ങൾക്ക് ഒരു എന്താണ് 70 മാർക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 65 എബോവ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് പഠിച്ചു തുടങ്ങാം. 65 എബോവ് ഉള്ള ആളുകൾക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഇനി നിങ്ങൾക്ക് ഇത് മിസ്സായാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേരിയസ് LGS വരുന്നുണ്ട്, LDC വരുന്നുണ്ട്, ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്. അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട 10th ലെവൽ എക്സാംസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു എന്താണ് പ്രിപ്പറേഷനിലൂടെ നേടിയെടുക്കാനും സാധിക്കും. പിന്നെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നു അല്ലെ. അപ്പൊ അതിനൊക്കെ കൃത്യമായ തയ്യാറെടുപ്പ്, ഇതിന്റെ പഠനം അവിടത്തേക്ക് കൂടി നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും ആളുകളെ ഉള്ളൂ. ഇനി അങ്ങോട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും അതുപോലെ തന്നെ മറ്റ് ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.